നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിൻ്റെ എനർജി അവരെ എത്രത്തോളം കണക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ നിങ്ങളോട് എന്തായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്തായിരിക്കും എന്നുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ. റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഭാരത്തെയൊക്കെ നമുക്ക് ഇറക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ്. മറ്റൊന്നും നിങ്ങൾ ചെയ്യണ്ട, മറ്റാരെയും നിങ്ങൾ കണക്റ്റ് ചെയ്യണ്ട, നിങ്ങൾ വേണ്ടാത്ത ഒരു പരിപാടികൾക്കും പോകണ്ട. നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ കർമ്മ വരെ ഹീലായി പോകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ അഫർമേഷൻസ് എഴുതുക. നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കാശ് കളയുന്നതിനേക്കാൾ നല്ലത് അഫർമേഷൻസ് എഴുതുക. ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മളത് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നമുക്കൊരു വിജയം ഉണ്ടാവണമെങ്കിലെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ക്ഷമയോടുകൂടി അഫർമേഷൻസ് എഴുതുക, പോസിറ്റീവായിട്ട് കടന്നു പോവുക കേട്ടോ. 2-3 ദിവസം റീഡിങ്സ് ഇടാൻ പറ്റാതെ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും നെഗറ്റീവ് മോശമുള്ളൊന്നും എടുത്ത് കഴിക്കുന്നതല്ല. നമ്മൾ ഈ വിദേശത്തൊക്കെ ആകുമ്പോൾ ഈ ഒറ്റപ്പെട്ട ലൈഫൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ളത് മതിയെന്ന് ചിന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അതിൻ്റെ എന്തൊരു പ്രശ്നം ഉണ്ടായി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി എനർജി ഭയങ്കര ലോസാണ്. പേഴ്സണൽ റീഡിങ്സ് പൈസയൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് റീഡിങ്സ് എടുത്ത് കൊടുക്കാനുണ്ട്. മറന്നിട്ടൊന്നുമില്ല, തീർച്ചയായിട്ടും എടുത്തു വരും. ബോഡി ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പേഴ്സണൽ അതുപോലെ ജനറൽ റീഡിങ്സ് ആണെങ്കിലും എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ പതുക്കെ ഒന്ന് താമസിച്ചേക്കണേ. 4-5 ദിവസമായി ബോഡി ഓക്കെ അല്ലാണ്ടായിട്ട്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ബുക്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴായിരിക്കും ഡോക്ടറിനെ കാണാനുള്ള അനുവാദം തരുന്നതൊക്കെ. അപ്പോൾ വീട്ടിലുള്ള റെമഡീസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഓക്കെ ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസമൊക്കെ റീഡിങ്സ് എടുക്കാൻ പറ്റാതെ പോയത്. ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും മരിച്ചു പോകുമെന്ന് ചിന്തിച്ചെടുത്തെന്ന് തിരിച്ച് പതുക്കെ വരുന്നതേ ഉള്ളൂ. എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഇനിയും എന്തും സംഭവിക്കാമല്ലോ അല്ലേ. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. അതായത് അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങളോട് അവർക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഫീലിങ്സ് തോന്നുന്നു. നിങ്ങളുടെ ക്യാരക്ടർ എനർജി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, ഒരു ദൃഢനിശ്ചയത, അതുപോലെ ആ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം ഫീലിങ്സ്, ഇതെല്ലാം നിങ്ങളുടേതാകുന്ന കാര്യങ്ങളിൽ വളരെയധികം സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ് എന്നുള്ള ആ ഒരു എനർജിയെ അവർ വല്ലാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് അവർ വളരെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ ഈഗോയും സെൽഫിഷ് മെൻറ്റാലിറ്റിയും, അവരെ സംബന്ധിച്ച് അവർക്കൊരു തട്ടുകേട് വരാത്ത വിധം ലൈഫിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തു അവർക്ക് വേണ്ട കാര്യങ്ങളിൽ അവരേത് സാഹചര്യമാണേലും നിന്നടുത്ത് നിന്ന് മാറി അടുത്തേക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിന്നിടത്ത് നിന്ന് മറിയുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ക്യാരക്ടർ എനർജിയൊക്കെ ഉണ്ടായിരുന്ന പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തി. അതായത് അവർക്കൊരു ദോഷവും വരരുത്, കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സ്വയം നിലനിൽപ്പിനും സ്വയം സന്തോഷത്തിനും ആനന്ദത്തിനുമൊക്കെ വേണ്ടിയിട്ട്
മാത്രം പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതിൻ്റെ പല രീതിയിലുള്ള തിക്ത അനുഭവവും നിങ്ങൾ ഈ റിലേഷനെ ബേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇപ്പം അതിൽ നിന്ന് മാറി, അവരുടേതാകുന്ന ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരു വാല്യൂ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു റെസ്പെക്റ്റിന് യോഗ്യതയുള്ള വ്യക്തിയാണെന്നും മാത്രവുമല്ല നിങ്ങളോട് അവർക്ക് ശക്തമാകുന്ന റെസ്പെക്റ്റ് ഫീൽ ചെയ്യുകയും റീയൂണിയൻ, നിങ്ങൾക്കിടയിൽ സെപ്പറേഷനൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ റീയൂണിയൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇവർ നിങ്ങളോടൊരു പൂർണ്ണതയോടുകൂടി, അതായത് നിങ്ങളെ അത്ര വാല്യൂ കൽപ്പിക്കാതെ, നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാതെ, നിങ്ങൾ ആവശ്യപ്പെടുകയും യാചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവർ പൂർണ്ണതയോടുകൂടി വരാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് ചോദിച്ചു വാങ്ങാൻ, നിങ്ങളുടെ സ്നേഹം വേണമെന്ന് അവർ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുവെന്ന് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണമെന്നുള്ള ഒരു മൈൻഡ് ഇല്ലാതെ, അതായത് അവർക്ക് വലിയ ആവശ്യമുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സപ്പോർട്ട് എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും അവർ മാറി ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരെ വളരെ ശക്തമായിട്ട് പിറകിലേക്ക് വലിക്കുന്ന, അവരെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുന്ന ചില സാഹചര്യങ്ങളും ചില ആഗ്രഹങ്ങളും അവരിൽ ഇപ്പം കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ചിലരെ സംബന്ധിച്ച് എനിക്കൊരു ഹാപ്പി ഫാമിലി വേണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല പാർട്ട്ണർ വേണം, അതായത് ഓപ്ഷൻസ് ഒന്നുമില്ലാത്ത, മറ്റു ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാത്ത, എന്നിലേക്ക് മാത്രം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നല്ല ഒരു പാർട്ട്ണർ വേണം, നല്ല ഒരു ഹാപ്പി ഫാമിലി വേണം എന്ന ചില ചിന്തകൾ അവരെ പിറകോട്ട് വലിക്കുന്നു. അതായത് അങ്ങനെ ഒരു ആഗ്രഹം വന്നു ചേരുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ്, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം, അല്ലെങ്കിൽ ഇമോഷണലി നല്ലൊരു സപ്പോർട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണം എന്ന് ഇവരാഗ്രഹിക്കുന്നത് നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു പക്ഷേ എന്തൊക്കെയോ ഇമോഷണൽ പ്രോബ്ലംസുകൾ, അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ പാസ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റിലെയോ നടക്കുന്നുണ്ടെന്നുള്ള കാണുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ സമയത്തിൻ്റേതാവാട്ടോ, സമയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഇടപെടലോ ഭീഷണിപ്പെടുത്തലുകളോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു റോങ് ഫീലിങ്സ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഒരു ഉത്കണ്ഠ, ഭയം, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഈ റിലേഷനിൽ ഇമോഷണലി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ യുക്തിയിലേക്ക്, ഇൻ്റലക്ച്വൽ എനർജിയിലേക്ക്, ശരിക്കും ബുദ്ധിപൂർവ്വം വിശകലനം ചെയ്യുമ്പം ആ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് പെർഫെക്റ്റ് പാർട്ട്ണർ, വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സാമീപ്യം ലഭിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് ഏത് ബന്ധത്തിലായാലും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് പോസിറ്റീവും വിജയവും എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇമോഷണലി കണക്റ്റഡ് ആകുമ്പം മറ്റെന്തിനെയോ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്, മറ്റാരെയോ സാഹചര്യത്തെയോ ഒക്കെ ഈ വ്യക്തി ചെറിയ രീതിയിൽ ഭയപ്പെടുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള ചിന്തയിലാണ്. പോസിറ്റീവായിട്ട് കാണുമ്പോഴും അവിടെ ഒരു ചെറിയൊരു ഡാർക്ക് എനർജിയുടെ ഫീലിങ്സ്, ഒരു അരക്ഷിതാവസ്ഥ എന്നൊക്കെ പറയാവുന്ന ഒരു സിറ്റുവേഷൻസ്, ആത്മവിശ്വാസമില്ലായ്മ കാണിക്കുന്നുണ്ട് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്കൊരു നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ സാന്നിധ്യം നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തത് അതുപോലെ വാല്യുബിളായിട്ട് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് തിരിച്ച് നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കും അവരുടെ ബർഡൻ ഇറക്കി വെക്കാൻ. അവർക്ക് എപ്പോഴും ഓരോ പ്രോബ്ലംസുകളാണ്, ഓരോ ഭാരം അവർ ചുമക്കുന്ന എനർജിയാണ് കാണുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ വന്ന് തലയ്ക്ക് നട്ടപ്പറെ അവരറിയാതെയും അറിഞ്ഞുമെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അവർക്കൊന്ന് സ്വസ്ഥത വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമാധാനം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തണം, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് എനർജി, ന്യായപൂർവം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്.
നൈറ്റുകളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അവർ വെറുതെ ഒരു ചൂസ് ചെയ്തൊരു സമയം ഉണ്ടാവാം കേട്ടോ. അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളോ അതല്ലെങ്കിൽ അവർക്ക് മറ്റു ചില കാര്യങ്ങളോട് അഡിക്ഷനോ ഒക്കെ തോന്നിയ സമയത്ത് നിങ്ങളെ മിസ്യൂസിങ് ചെയ്തൊരു ടൈം ഉണ്ടാവാം. നിങ്ങളെ അല്ലെങ്കിൽ എന്താ പറയുക പറ്റിച്ച സമയമുണ്ടാവാം. നിങ്ങളെ വെറുതെ കുരങ്ങ് കളിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും തരാതെ നിങ്ങളെ വല്ലാതെ ഒരു എന്താ പറയുക ധർമ്മസങ്കടത്തിലേക്ക് തള്ളിക്കളഞ്ഞ സിറ്റുവേഷൻസുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളിലേക്കൊരു പൂർണ്ണതയോടുകൂടി വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആക്ഷൻസുകൾ എടുക്കണം. നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കും. മാത്രമല്ല ഒരു ഫയർ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ. ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇനി നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ ഒരു വരവ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നല്ലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പവിത്രമായിട്ടും പൂർണ്ണതയോടും കൂടി തന്നെയായിരിക്കും സംഭവിക്കുക. ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതായത് എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ പൂർണ്ണതയോടുകൂടി നിലനിൽക്കും. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സ്വയം പ്രൊട്ടക്റ്റഡ് ആവുക, സ്വയം ആസ്വദിക്കുക, അനുഭവിക്കുക, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ എനർജി ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവർക്കൊരു വാല്യൂ കൊടുക്കാതെ ആ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഈഗോ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പ്രസൻസ് തടസ്സമായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാവാം. ഒരു പക്ഷേ ആക്ഷൻ എടുക്കുന്ന ഒരാൾ ഏറ്റവും പവർഫുള്ളായിട്ട് വളരെ സ്പീഡിന് ആക്ഷൻ എടുക്കുമ്പം മറ്റേ ആൾ മട്ടിൽ നിൽക്കുന്ന വ്യക്തിയുമാവാം. റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം അവിടെ നിന്നൊക്കെ ശക്തമാകുന്ന ഒരു മാറ്റം, ഒരു ചേഞ്ചിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതാകുന്നൊരു വിശ്വാസം വരണം. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു അവിശ്വാസക്കേട്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറി അവർക്ക് പൂർണ്ണമായും ഒരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ വരണമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം. പാസ്റ്റിലെ പല കാര്യങ്ങളെയും തിരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഇമോഷണലി ചില ആക്ഷൻസുകൾ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് എന്തൊക്കെയോ തുറന്ന് സംസാരിക്കണമെന്ന്, നിങ്ങളോട് പറയാത്തത് പലതും പാസ്റ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ചോദിച്ച് അതിനകത്ത് നിങ്ങൾക്കിടയിലുള്ള മിസ്റ്റേക്കുകളെ തിരുത്തി കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നും ഒക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പാസ്റ്റിൽ നഷ്ടപ്പെട്ട നിമിഷങ്ങളെ തിരിച്ചു തരണം, തിരിച്ചു പിടിക്കണം, ഒരു റീയൂണിയൻ പ്രസൻസ് പൂർണ്ണതയോടുകൂടി ഉണ്ടാക്കണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കണം, തിരിച്ചറിവോട് തിരുത്തണം, തെറ്റുകൾ തിരുത്തണം, അതുപോലെ പല കാര്യങ്ങളും ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും 5 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. മറ്റെവിടേക്കോ അവർക്ക് ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ മറ്റെവിടേക്കോ അവർക്ക് അവരുടേതാകുന്ന ചില നിലപാടുകൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസ് ഈ റിലേഷനെ കണക്ട് ചെയ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എന്തുമാവാം കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ കരിയർ ആവാം, സാമ്പത്തികമാവാം, ഫാമിലിപരമാകുന്ന ബന്ധങ്ങളാവാം, സൗഹൃദ വലയങ്ങളാവാം. അപ്പം ഒന്നിലധികം ഇമോഷണലി ഉള്ള ചില കാര്യങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ, അതായത് ചില ബന്ധങ്ങളെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മുന്നിലേക്ക് പാസ്റ്റിലേക്ക് റീഡിങ്സിൽ നോക്കുമ്പം ഒന്നിലധികം വ്യക്തികളുടെ തടസ്സങ്ങൾ ഈ റിലേഷനിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ മുറിവേൽപ്പിച്ചാൽ അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലൊക്കെ ഒരു സെപ്പറേഷൻ, ഒരു നഷ്ടം, ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതാണ് പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നതും ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നതും. ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങളിലേക്ക് ഇവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അത് അവർ വ്യക്തമായി മനസ്സിലാക്കുകയും അതിലവർക്ക് ദുഃഖമുണ്ട്. അതായത് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം, വേണ്ടപ്പെട്ട ചില ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് ശക്തമാകുന്ന പെയിനുണ്ട്. പക്ഷെ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും അവർ തിരിച്ച് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ആ പെയിൻ എനർജീനെ മാറ്റി വെച്ച് തന്നെ ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് സമയം അനുകൂലമാകണം, കാലം നിങ്ങൾക്ക് അനുകൂലമാകുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ചില വ്യക്തിബന്ധങ്ങളുമായിട്ട് അവർക്കൊരു ഫൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ.
ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കണമെങ്കിൽ അവർക്ക് മറ്റിടങ്ങളിൽ ശക്തമാകുന്ന ഫൈറ്റിംഗ് നടത്തേണ്ടി വരും, അതിർ വരമ്പുകൾ ഇടേണ്ടി വരും, പല ബന്ധങ്ങളെയും അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അതിനവർ തയ്യാറാണ് കേട്ടോ. അവർ മനസ്സുകൊണ്ട് അവർക്ക് പ്രയോജനമില്ലാത്ത ഇടത്ത് വെറുതെ അവർക്ക് അവരുടേതായ ഏറ്റവും പ്രഷ്യസായ ഒന്നിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതിൽ കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്നിടത്തുള്ള അവരെ പിടിച്ചു വയ്ക്കുന്ന എനർജികളിൽ നിന്നും അവർക്ക് വേറെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. അവരെ ചൂസ് ചെയ്യുന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അവിടെ നിന്നും പുറത്ത് കടക്കുന്നതാണ് നല്ലതെന്നുള്ളതും അവരവിടെ ചതിക്കപ്പെടുന്നുണ്ട്, അവർ മിസ്യൂസിങ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷനിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതെ സെപ്പറേഷനായിട്ടോ നിങ്ങളിൽ നിന്നും ഒരുപാട് കാലങ്ങളായിട്ട് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു. നിങ്ങളുടെ അവസ്ഥ, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങളെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും സ്വയം വേദനിച്ച് സ്വയം ഉരുകി തീർന്നുകൊണ്ടിരിക്കുക. അവർ തന്നെ അവർക്കൊരു തടവറ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ എല്ലാം മെയിൻ കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിൻ്റെ വാല്യൂ, നിങ്ങളുടെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒക്കെ നിങ്ങളിൽ നിന്ന് ലഭിച്ച സപ്പോർട്ടിന് അവരൊരു ബൗണ്ടറി തീർത്തു എന്നുള്ളത് അവർക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. അതിനെ അവർ കണ്ടില്ല എന്ന് നടിച്ചു, അല്ലെങ്കിൽ അവർ ആ സമയത്ത് അതിനെ കണ്ടില്ല എന്ന് നടിച്ചതല്ല, അവരതിന് വാല്യൂ കൽപ്പിച്ചില്ല. പക്ഷെ ഇപ്പം ആ ഒരു വിയോഗം, നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു അകലമെന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വാല്യൂ അറിയുന്നതായിട്ടുള്ളൊരു എനർജിയിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളോട് ഒരുമിച്ചൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ബന്ധമാവാം. നിങ്ങളെ അവരുടെ പാർട്ട്ണർ ആക്കണം, നിങ്ങളാണ് അവർക്ക് വേണ്ട പാർട്ട്ണർ എന്ന് എപ്പോഴെങ്കിലും അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നൊരു വ്യക്തിയാവാം. അതല്ലെങ്കിൽ എപ്പോഴേക്കോ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരുമിച്ചുള്ള ഒരു സെലിബ്രേഷൻ, സന്തോഷം, അതായത് അവരുടെ ഒരു ഇമോഷണലി അവരുടെ അധികാരത്തിൽ അവരുടെ കൺട്രോളിൽ ലൈഫ് കൊണ്ടുപോകേണ്ട ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ കണക്റ്റ് ചെയ്തിരുന്നതുമാവാം. എന്താണെങ്കിലും അതെല്ലാം അവരിപ്പോൾ വളരെ വ്യക്തമായിട്ടും മെച്യൂരിറ്റിയോട് കൂടിയും ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നഷ്ടത്തിൻ്റെ ആഴം അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു, നഷ്ടപ്പെടുത്തിയതിൻ്റെ ആഴവും അവർ മനസ്സിലാക്കുന്നു. ശരിക്കും അവിടെ ഒരു ക്ലാരിറ്റി, അതായത് അവരൊരു ഉറച്ച തീരുമാനത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് അവർക്ക് അബണ്ടൻസ് ആണ്, അവർക്കൊരു വിജയമാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്താണെങ്കിലും അവർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അവർ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കും, എഫോർട്ട് എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്താലും വിട്ടുപിരിയാൻ പറ്റില്ല. നിങ്ങൾ എത്ര വലിയ ശത്രുക്കളായാലും, നിങ്ങൾ എത്ര ദൂരേക്ക് അകന്നു പോയാലും, നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ വ്യക്തികളുടെ അവകാശികളായി തീർന്നാലും നിങ്ങൾ രണ്ടുപേർക്കും ഒരിക്കലും ഒരു ഒരു സെപ്പറേഷൻ, ആത്മാക്കൾ കൊണ്ടുള്ള ഒരു സെപ്പറേഷൻ അസാധ്യമാണ്. അതായത് നിങ്ങൾക്കിടയിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഭയങ്കരമായിട്ട് എത്ര ദൂരെ ഇരുന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഇമോഷണലി വലിയൊരു അട്രാക്ഷൻ, എൻ്റേതാണ് എന്നുള്ളൊരു ഫീലിങ്സ് നൽകുന്ന രണ്ട് എനർജികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.